ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ നേടിയ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മറ്റൊരു പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. അടുത്ത മാസം UAE നടക്കാനിരിക്കുന്ന ഏഷ്യ കപ്പിനാണ് ഇന്ത്യ ഇപ്പോൾ ഒരുങ്ങുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ഇന്ത്യ കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാവും ഈ T20 ടൂർണമെന്റിൽ കളിക്കാൻ ഇറങ്ങുക. ചിരവൈരികളായ പാകിസ്ഥാനുമായുള്ള മത്സരത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ടൂർണമെന്റിൽ ഇന്ത്യയുടെ സജീവ പങ്കാളിത്തം ഉറപ്പാണെന്നാണ് റിപ്പോർട്ടുകൾ. 2023 അവസാന എഡിഷൻ ഏകദിന ഫോർമാറ്റിലായിരുന്നെങ്കിൽ ഇത്തവണ ഏഷ്യ കപ്പ് T20 ഫോർമാറ്റിലാണ് നടക്കുന്നത്. ഇത് ടീമുകളുടെ തന്ത്രങ്ങളിലും കളിക്കാരുടെ തിരഞ്ഞെടുപ്പിലും വലിയ മാറ്റങ്ങളും വരുത്തും. അധികം വൈകാതെ തന്നെ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ സെലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിക്കുമെന്നാണ് സൂചനകളും. ടീമിന്റെ ഏറ്റവും വലിയ ആശങ്കകളിലൊന്ന് ക്യാപ്റ്റനും 360 ബാറ്ററുമായ സൂര്യകുമാർ യാദവിന്റെ ഫിറ്റ്നസ് ആണ്. അടുത്തിടെ സ്പോർട്സ് ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ അദ്ദേഹം നിലവിൽ വിശ്രമത്തിലാണ്. സൂര്യകുമാർ യാദവ് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തില്ലെങ്കിൽ ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് പുതിയൊരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കേണ്ടി വരും. റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സ്കൈയുടെ അഭാവത്തിൽ സ്റ്റാർ ഓൾറൗണ്ടറായ ഹർദിക് പാണ്ഡ്യ ഇന്ത്യയെ നയിക്കാനുള്ള സാധ്യതയുമുണ്ട്. നേരത്തെയും ടീമിന്റെ വൈസ് ക്യാപ്റ്റനും താൽക്കാലിക നായകനുമായി ഹർദിക് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുമുണ്ട്. ഫിനിഷർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ കഴിവുകളും ബൌളിംഗിലെ നിർണായക പ്രകടനങ്ങളും ഹർദിക്കിനെ ടീമിന് ഒഴിച്ചുകൂടാനാവാത്ത താരമാക്കി മാറ്റുന്നു. ടൂർണമെന്റിൽ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക യുവ സൂപ്പർ താരവും പുതിയ ടെസ്റ്റ് ക്യാപ്റ്റനുമായ ഗില്ലും ലോക 1-ാം നമ്പർ താരം അഭിഷേക് ശർമ്മയുമാകും. വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ ടീമിന് ഭാവി ക്യാപ്റ്റനാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നയാളാണ് ഗിൽ. ഏഷ്യ കപ്പിൽ വൈസ് ക്യാപ്റ്റൻസിയും അദ്ദേഹത്തിന് ലഭിച്ചേക്കും. സമീപകാലത്ത് T20 ക്രിക്കറ്റിൽ തകർപ്പൻ ഫോമിലാണ് ഗില്ലുള്ളത്. ദിവസങ്ങൾക്ക് മുമ്പ് T20ൽ പുതിയ നമ്പർ 1 താരമായതോടെ ഏഷ്യ കപ്പ് 11ലും അഭിഷേക് ശർമ്മ തന്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. IPLലും ആഭ്യന്തര ക്രിക്കറ്റിലും കാഴ്ചവെച്ച മികച്ച പ്രകടനങ്ങളാണ് അഭിഷേക് ശർമ്മയെ ദേശീയ ടീമിലേക്ക് എത്തിച്ചത്. 3-ാം നമ്പറിൽ കളിക്കുക യുവ ഇടം കയ്യൻ ബാറ്ററും ഓൾറൗണ്ടറുമായിട്ടുള്ള തിലക് വർമ്മയായിരിക്കും. അവസാനം കളിച്ച ചില T20 പരമ്പരകളിൽ മൂന്നാമനായി ഇറങ്ങിയ തകർപ്പൻ പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. സൗത്ത് ആഫ്രിക്കയുടെ പരമ്പരയിൽ തുടർച്ചയായി 2 സെഞ്ചുറികളും തിലക് അടിച്ചെടുത്തിരുന്നു. സമ്മർദ്ദഘട്ടങ്ങളിൽ തന്റെ കഴിവ് തെളിയിച്ച തിലക് വർമ്മ ഇന്ത്യൻ മധ്യനിരയ്ക്ക് മുതൽക്കൂട്ടാകും. സൂര്യകുമാർ യാദവിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പൊസിഷനായ 4-ാം നമ്പറിൽ കളിച്ചേക്കുക സൂപ്പർ താരം ശ്രേയസ് അയ്യരാവും. നിലവിൽ T20 സെറ്റപ്പിന്റെ ഭാഗമല്ലെങ്കിലും കഴിഞ്ഞ IPLൽ പഞ്ചാബ് കിങ്സിന് വേണ്ടി നടത്തിയ തകർപ്പൻ പ്രകടനത്തിലൂടെ അദ്ദേഹം ദേശീയ ടീമിലേക്ക് ശക്തമായ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. സൂര്യ ഇല്ലെങ്കിലും ഈ റോളിൽ കളിക്കാൻ ഏറ്റവും അനുയോജ്യനായ താരം തന്നെയാണ് ശ്രേയസ്. 5-ാം നമ്പർ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ആയിരിക്കും. ടീമിനായി വിക്കറ്റ് കാക്കുന്നതും അദ്ദേഹം തന്നെയാണ്. അവസാനത്തെ 3 T20 പരമ്പരകളിലും സഞ്ജുവായിരുന്നു ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ. അദ്ദേഹത്തിന് പിന്നാലെ 6-ാമനായി ക്യാപ്റ്റൻ ഹർദിക്കാണ് കളിക്കുക. 7-ാം നമ്പറിൽ ഫിനിഷറായി റിങ്കു സിംഗിനെ കളിപ്പിക്കാൻ സാധ്യതയില്ല. പകരം പുതുമുഖമായ ശശാങ്ക് സിംഗിനാവും നറുക്കു വീഴാനുള്ള സാധ്യത. സമീപകാലത്തെ മോശം ഫോമാണ് റിങ്കുവിന് തിരിച്ചടിയാവുന്നത്. IPLലെയും ആഭ്യന്തര മത്സരങ്ങളിലെയും സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ അദ്ദേഹത്തിന് ദേശീയ ടീമിലേക്ക് വഴി തുറക്കും. 8-ാമനായി സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ അക്ഷർ പട്ടേൽ ആയിരിക്കും കളിക്കുക. അദ്ദേഹത്തിന്റെ ബൌളിംഗ് മികവും നിർണായക ഘട്ടങ്ങളിലെ ബാറ്റിംഗ് പ്രകടനങ്ങളും ടീമിന് കരുത്തു പകരും. 9-ാമതായി സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായിട്ടുള്ള കുൽദീപ് യാദവിന്റെ ഊഴമായിരിക്കും. പരിക്കിന്റെ പിടിയിലായ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ ഏഷ്യ കപ്പിൽ കളിക്കാൻ സാധ്യതയില്ല. പകരം മുഹമ്മദ് സിറാജ് ആകും പേസ് ആക്രമണത്തിൽ ചുക്കാൻ പിടിക്കുക. ഹർഷിപ് സിംഗ് ആയിരിക്കും ടീമിലെ 2-ാമത്തെ പേസർ. ഇരുവരും ചേർന്ന് ഇന്ത്യൻ പേസ് നിരയ്ക്ക് മൂർച്ച നൽകും. സൂര്യകുമാർ യാദവിന്റെ പരിക്കും യുവതാരങ്ങളായ അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, ശശാങ്ക് സിംഗ് എന്നിവരുടെ പ്രകടനവും ടീമിന്റെ പുതിയ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹർദിക് പാണ്ഡ്യയുടെ നേതൃത്വവും ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ പ്രകടനത്തെ സ്വാധീനിക്കും. കിരീടം നിലനിർത്താൻ ഇന്ത്യക്ക് യുവനിരയെയും പരിചയസമ്പന്നരായ കളിക്കാരെയും ഒരുപോലെ ആശ്രയിക്കേണ്ടി വരും. ഈ സ്ക്വാഡ് ശക്തമാണെങ്കിലും വലിയ ടൂർണമെന്റുകളിൽ കളിക്കാനുള്ള പരിചയ സമ്പത്ത് ചില യുവതാരങ്ങൾക്ക് കുറവാണെന്നതും ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. എങ്കിലും പുതിയ താരങ്ങൾക്ക് കഴിവ് തെളിയിക്കാൻ ഇത് മികച്ചൊരു അവസരമാണ്.